ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്നുള്ള ചാനൽ. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിൽ കാണാൻ കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേ ലിസ്റ്റ് ഉണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ പോയാൽ മിസ് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 അങ്ങനെയായിട്ട് എല്ലാതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എലമെൻസിനെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതിൽ നമ്മളൊന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ഏതൊക്കെ എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചു? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ്, സിൽവർ എക്സെട്ര. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇവർക്ക് ഈ എലമെൻറ്റ്സിനൊക്കെ എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന്? അതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒറിജിൻ ഓഫ് ദി നെയിംസ് ഓഫ് എലമെൻറ്റ്സ്. ഹാവ് യു എവർ തോട്ട് ഹൗ ഈച്ച് എലമെൻറ്റ് ഗോട്ട് ഇറ്റ്സ് നെയിം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ഈ എലമെൻറ്റ്സിനൊക്കെ ഈ പേര് വന്നിട്ടുള്ളതെന്ന്? In the past, the elements were named after places, countries, continents, characteristic properties, scientists, planets, satellites, etc. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ എലമെൻറ്റ്സിന് എന്തിൽ നിന്നാണെന്നറിയോ പേരുകൾ വന്നിരുന്നത്? ഓരോ സ്ഥലങ്ങളിൽ ഏത് സ്ഥലത്താണോ കണ്ടുപിടിച്ചത് ചിലപ്പോൾ ആ സ്ഥലങ്ങളുടെ പേരിടും. അതുപോലെ കൺട്രീസ്, ഏത് രാജ്യത്താണോ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആ രാജ്യത്തോട് എന്തെങ്കിലും ഈക്വാലിറ്റി ഉണ്ടാവും ആ ഒരു എലമെൻറ്റിന്. ദെൻ കോണ്ടിനെൻറ്റ്സ്, എന്തെങ്കിലും ഭൂഖണ്ഡങ്ങൾ. അതുപോലെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, എന്തെങ്കിലും പ്രത്യേക പ്രോപ്പർട്ടി അതിനൊക്കെ ബേസ് ചെയ്തിട്ട് പേരിടുമായിരുന്നു. അതുപോലെ സയൻറ്റിസ്റ്റ്, ഏത് സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആ സയൻറ്റിസ്റ്റിനോടുള്ളൊരു ബഹുമാനം, അങ്ങനെയും പേരിട്ടിരുന്നു. അതുപോലെ പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, പ്ലാനറ്റുകളുടെ നെയിമിന് ഈക്വൽ ആയിട്ടുള്ളതും അതുപോലെ സാറ്റലൈറ്റ്സിൻ്റെ നെയിമിന് ഈക്വൽ ആയിട്ടുള്ളതൊക്കെ ആയിട്ട് പേരുകളിട്ടിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ. ഓക്കെ, ദെൻ ഇനി ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒറിജിൻ ഓഫ് ദി നെയിംസ് ഓഫ് എലമെൻറ്റ്സ്. ഈ ടേബിളിൽ ഫസ്റ്റ് കോളത്തിൽ എന്താ കാണുന്നത്? കുറേ എലമെൻറ്റ്സിൻ്റെ പേരുകളുണ്ട്. നെക്സ്റ്റ് കോളത്തിൽ എന്താണ്? ദ ബേസിസ് ഓഫ് നെയിമിങ്, എങ്ങനെയാണ് അവർക്ക് ആ പേര് വന്നതെന്ന്, അതിൻ്റെ ബേസ് എന്താണെന്ന്. ഓക്കെ, ഫസ്റ്റ് എലമെൻ്റ് ഏതാണ് ഇതിൽ? പൊലോണിയം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരു എവിടെ കേട്ടിട്ടുണ്ട് നമ്മൾ പൊലോണിയം. ഫസ്റ്റ് നമ്മൾക്ക് പെട്ടെന്ന് ഓടുന്നത് എന്താണ്? പോളണ്ട്. അതൊരു കൺട്രിയാണ്, അതൊരു രാജ്യമാണ് പോളണ്ട്. അപ്പോൾ അതിനോട് ഈക്വലായിട്ടാണ് ആ ഒരു നെയിം ഇട്ടിട്ടുള്ളത്, പൊലോണിയം. അതുപോലെ നെക്സ്റ്റ് ക്യൂറിയം. ക്യൂറിയം അതെന്തായിരിക്കും? അതൊരു എലമെൻ്റാണ്. അതിന് മേരി ക്യൂറി, ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിനോട് ഈക്വലായിട്ടാണ് ക്യൂറിയം എന്ന എലമെൻറ്റിന് പേരിട്ടിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ക്രോമിയം. ക്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? കളർ. സോ കളറിനെ ബേസ് ചെയ്തിട്ട് എലമെൻറ്റിന് പേര് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്രോമിയം. ദെൻ ഇൻഡിയം എന്നുള്ള പേര് എലമെൻറ്റിന് വന്നത് എന്തിൽ നിന്നാണ്? ഇൻഡിഗോ കളറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ കളർ ബേസ് ചെയ്തിട്ടാണ് ഇൻഡിയത്തിന് ആ പേര് നൽകിയിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് ക്ലോറിൻ. അതും കളറിനോട് ബേസ് ചെയ്തിട്ടാണ് പേരിട്ടിട്ടുള്ളത്. ക്ലോറോ എന്ന് പറയുന്നത് ഒരു കളറാണ്. ഓക്കെ, ദെൻ നെപ്റ്റ്യൂണിയം. അപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നെപ്റ്റ്യൂൺ അതൊരു പ്ലാനറ്റാണ്. അപ്പോൾ ആ പ്ലാനറ്റിൻ്റെ നെയിമിനോട് ഈക്വലായിട്ടാണ് ഈ ഒരു നെയിം ഇട്ടിട്ടുള്ളത് എലമെൻറ്റിന്. ദെൻ നെക്സ്റ്റ് യൂറോപ്പിയം. അത് യൂറോപ്പ് കോണ്ടിനെൻറ്റ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പേരിട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. ദാറ്റ് ഈസ് അമേരിഷ്യം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും അമേരിക്ക കൺട്രിയുടെ ബേസിലാണ് ആ പേരിട്ടിട്ടുള്ളത്. അതുപോലെ ഫ്രാൻസ് കൺട്രി.
ദെൻ റുബീഡിയം. റുബീഡിയം എന്നുള്ള പേര് ആ എലമെൻറ്റിന് വന്നത് ലാറ്റിൻ വേർഡ് റുബീഡസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഈ റുബീഡസ് എന്നും പറഞ്ഞാൽ അതിനർത്ഥം ഡാർക്ക് റെഡ് എന്നാണ്. ഈ റുബീഡിയം എലമെൻറ്റ് അതിൻ്റെ സ്പെക്ട്രം അതൊക്കെ സ്പെക്ട്രത്തിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതിൻ്റെ സ്പെക്ട്രത്തിൽ 2 ഡാർക്ക് റെഡ് ലൈൻസ് കാണും. അതുകൊണ്ട് അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ റുബീഡിയം എന്നുള്ള പേര് നൽകിയിട്ടുള്ളത് റുബീഡിയം എലമെൻറ്റിന്. ഓക്കെ. ദെൻ പ്ലൂട്ടോണിയം. അത് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? അത് പ്ലൂട്ടോ പ്ലാനറ്റിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്. പണ്ടുണ്ടായിരുന്നു പ്ലൂട്ടോ പ്ലാനറ്റ്, ഇപ്പോൾ ആ പ്ലാനറ്റ് ഇല്ല. ദെൻ നെക്സ്റ്റ് ടൈറ്റാനിയം. അത് എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയോ? അത് ഗ്രീക്ക് മിത്തോളജി, ഗ്രീക്കുകാരുടെ വിശ്വാസത്തിൽ അവരുടെ ദൈവമുണ്ട്, ടൈറ്റൻസ് എന്ന് പറയും. ഓക്കെ, അതിൽ നിന്നാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് മെൻഡലീവിയം. അത് ഒരു സയൻറ്റിസ്റ്റ്, ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ്. ഈ ഒരു പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ, നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ്. മെൻഡലീവിയം എന്ന പേര് ഒരു സയൻറ്റിസ്റ്റിനോട് ഈക്വലായിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ റൂദർഫോർഡിയം. അതും ഏൺസ്റ്റ് റൂദർഫോർഡ് മറ്റൊരു സയൻറ്റിസ്റ്റാണ്. സയൻറ്റിസ്റ്റിൻ്റെ പേരിനോട് ഈക്വലായിട്ടാണ് അത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൽ എഴുതിയിട്ടില്ല, എന്നാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഐൻസ്റ്റീനിയം. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഐൻസ്റ്റീൻ സയൻറ്റിസ്റ്റിനോട് ഈക്വലായിട്ടാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ദിസ്? യെസ്, സിംബൽസ്. നമുക്കറിയാം സിംബൽസ് എന്ന് പറയുന്നത് നമ്മൾ വലിയ ഒരു കാര്യത്തിനെ ചെറുതാക്കി സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ സിംബൽസ് എന്ന് പറയുന്നത്. ഓരോ സിംബൽസായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യില്ലേ? നമ്മളിപ്പോൾ പ്ലസ് സൈന് ഡോക്ടേഴ്സിനും അതുപോലെ ടീച്ചേഴ്സിനും അങ്ങനെ ഒരുപാട് സൈൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിലൂടെ പോവുകയാണെങ്കിൽ അവിടെ സ്കൂളിൻ്റെ അടുത്ത് സ്കൂളുണ്ടെങ്കിൽ ഒരു സ്കൂൾ ഗോ സ്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സിമ്പിളൊക്കെ ആയിട്ട് കാണാൻ കഴിയും. അതുപോലെ ഒരു സീബ്ര ക്രോസ് ഉണ്ടെങ്കിലും. അപ്പോൾ ഈ സിംബൽസ് എന്തിനാണ്? അതൊരു ചെറുതായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനാണ് ഏതൊരു സംഭവത്തെയും. അപ്പോൾ നമ്മുടെ എലമെൻസിനും അതേപോലെ സിംബൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. വാട്ട് ഈസ് സിംബൽസ്? സിംബൽസ് ആർ യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എലമെൻറ്റ്സ്. ഈ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് സിംബൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സിംബൽസ് ആർ അസൈൻ ടു എലമെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾസ് ഗിവൻ ബിലോ. സോ നമ്മുടെ ഈ ടേബിളിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള എലമെൻ്റ് ഏതാണ്? കാർബൺ. കാർബണിൻ്റെ സിംബൽ ഏതാണ്? സി. അത് ഓർക്കണം, അത് ക്യാപിറ്റൽ സി ആണ് കേട്ടോ. ഇതിൽ കാണിച്ചിട്ടിരിക്കുന്ന എല്ലാ എലമെൻസിൻ്റെയും സിംബൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, കാർബൺ ക്യാപിറ്റൽ സി. ദെൻ ഓക്സിജനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുക? വലിയ ക്യാപിറ്റൽ ഒ ഇട്ടിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുക, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ നൈട്രജന് ക്യാപിറ്റൽ എൻ. ദെൻ ഹൈഡ്രജന് ക്യാപിറ്റൽ എച്ച്. സൾഫറിന് ക്യാപിറ്റൽ എസ്. ഓക്കെ, ഇവിടെയൊക്കെ എന്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്? എലമെൻസിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് നമ്മൾ അവിടെ സിമ്പിളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് an English name is used as the symbol for the elements in the table. The capital letters are used as symbols. ഓക്കെ, ഇതിനൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. Then, but for some elements, along with the first letter, the second or another prominent letter is also used in the symbol as a small letter. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് എലമെൻസിൻ്റെ സിമ്പിൾസ് മനസ്സിലാക്കി. ആ സമയം വേറെ കുറച്ച് എലമെൻസിന് ഈ ക്യാപിറ്റൽ ഒരു ലെറ്റർ മാത്രമല്ല, അതിൻ്റെ കൂടെ വേറൊരു ലെറ്റർ കൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. ഒരു ക്യാപിറ്റൽ ലെറ്ററും അതേപോലെ ഒരു സ്മോൾ ലെറ്ററും. നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എലമെൻ്റ് ഏതാണ് ഇതിൽ തന്നിട്ടുള്ളത്? കാൽഷ്യം. അപ്പോൾ കാൽഷ്യത്തിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എങ്ങനെ ഇത് റെപ്രസെൻ്റ് ചെയ്യുക? ഏത് സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക? CA.
അതിൽ സി ക്യാപിറ്റൽ സിയും എ സ്മോൾ ലെറ്റർ എയും. അങ്ങനെയാണ് കാൽഷ്യം എന്നുള്ള സിമ്പിൾ നമ്മൾ സി എ എടുത്തത്. ഓക്കെ. ദെൻ ക്ലോറിൻ എന്നുള്ള എലമെൻറ്റിന് ക്യാപിറ്റൽ സി സ്മോൾ എൽ. ഓക്കെ. അപ്പോൾ സി എൽ എന്നാണ് ക്ലോറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് ക്രോമിയത്തിന് ക്യാപിറ്റൽ സി, അതുപോലെ നെക്സ്റ്റ് സ്മോൾ ലെറ്റർ ആർ. സി ആർ എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത് ക്രോമിയത്തിന്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബ്രോമിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ബി ആർ, ക്യാപിറ്റൽ ബി സ്മോൾ ലെറ്റർ ആർ. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് ഈസ് ബെറിലിയം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ ലെറ്റർ ഇ. ഇനി ഈ എലമെൻറ്റ്സ് എല്ലാം നിങ്ങൾ പതിയെ ഇതിൻ്റെ സിമ്പിളൊക്കെ പഠിക്കും കേട്ടോ. നമ്മൾ ഹയർ ക്ലാസ്സസിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ പതുക്കെ എഴുതി നമ്മൾ പഠിക്കും. എന്നാലും നിങ്ങൾ ഈ സിമ്പിൾസൊക്കെ നിങ്ങളിപ്പോൾ ഫസ്റ്റായിട്ടാണ് ഈ എലമെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ഫസ്റ്റായി പഠിക്കുന്ന കാര്യം എന്നും നമ്മൾ ഓർത്തിരിക്കും, അങ്ങനെയല്ലേ പറയുക. സോ കാൽഷ്യത്തിൻ്റെ സിമ്പിളും എല്ലാ എലമെൻറ്റ്സിൻ്റെ സിമ്പിളും നിങ്ങളിപ്പോൾ കുറച്ച് എലമെൻറ്റ്സ് നിങ്ങൾ പഠിക്കുന്നുള്ളൂ. ആ എലമെൻറ്റ്സ് എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സിമ്പിളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. നമുക്കിനി എന്നും യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കെമിസ്ട്രി ഹയർ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ. ദെൻ the symbols of some elements have been derived from their Latin names. ഇനി കുറച്ച് എലമെൻറ്റ്സിന് അതിൻ്റെ സിമ്പിൾസ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയോ? അവരുടെ ലാറ്റിൻ നെയിംസ് ആണ്. ലാറ്റിൻ ലാംഗ്വേജിൽ ആ എലമെൻറ്റിനെ എന്താണോ വിളിക്കുന്നത് ആ പേരിൽ നിന്നാണ് ആ കുറച്ച് എലമെൻറ്റ്സിന് സിമ്പിൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മുടെ ടേബിളെത്തി. ദാറ്റ് ഈസ് ഫസ്റ്റ് കോളത്തിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ദെൻ സെക്കൻഡ് കോളത്തിൽ ആ എലമെൻറ്റിനെ എന്താണോ ലാറ്റിൻ ഭാഷയിൽ എങ്ങനെയാണോ ആ എലമെൻറ്റിനെ പറയുന്നത് അതാണ് ലാറ്റിൻ നെയിം കൊടുത്തിട്ടുള്ളത്. ദെൻ തേർഡ് കോളത്തിൽ അതിൻ്റെ സിമ്പലും കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? സോഡിയം. ഈ സോഡിയം എന്നുള്ള എലമെൻറ്റിന് ലാറ്റിൻ ഭാഷയിൽ എന്താണ് പറയുന്നറിയോ? നാട്രിയം എന്നാണ്. സോ സോഡിയത്തിൻ്റെ സിമ്പിൾ എന്തായി മാറിയത്? നാട്രിയം. ലാറ്റിൻ ഭാഷയിൽ എന്താണോ വിളിക്കുന്നത് അതിൻ്റെ സിമ്പിളാണ് സോഡിയത്തിന് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് Na, ക്യാപിറ്റൽ N സ്മോൾ ലെറ്റർ A. ഇത് നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. സോഡിയം, നാട്രിയം, Na അങ്ങനെ പഠിക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന് ലാറ്റിനിൽ എന്താ പറയാമെന്നറിയോ? ദാറ്റ് ഈസ് കാലിയം. അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ K. ദെൻ കോപ്പറിന് ലാറ്റിൻ ഭാഷയിൽ വിളിക്കുന്നത് കുപ്രം എന്നാണ്. അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ C സ്മോൾ ലെറ്റർ U, Cu. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അയേണിൻ്റെ ലാറ്റിൻ നെയിമാണ് ഫെറം. ഈ ഫെറത്തിൽ നിന്നാണ് സിമ്പിൾ Fe എന്ന് പഠിച്ചത്. സോ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു എലമെൻറ്റ് സോഡിയം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സിമ്പിൾ Na എന്ന് ഓർക്കുമ്പോൾ ഡൗട്ട്സ് വരും. ഇത് എവിടുന്നാ സോഡിയത്തിന് എങ്ങനെ Na സിമ്പിൾ വന്നത്? സോ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, അവരുടെ ലാറ്റിൻ നെയിമിൽ നിന്നാണ് ഈ ഒരു സിമ്പിൾ വന്നിട്ടുള്ളത്. അതേപോലെ പൊട്ടാസ്യം കേൾക്കുമ്പോൾ എന്താ പെട്ടെന്ന് വിചാരിക്കുക? P എന്നൊക്കെ വിചാരിക്കില്ലേ നമ്മൾ? സോ P അല്ല, അതിൻ്റെ കാലിയം K ആണ്. കോപ്പറിൻ്റെത് ചിലപ്പോൾ CO എന്ന് തെറ്റിപ്പോവും. ബട്ട് CO എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എലമെൻ്റ് ഉണ്ട്. സോ നിങ്ങളിത് എന്തായാലും ബൈ ഹാർട്ട് ഇത് തന്നെ പഠിച്ചിരിക്കണം. കോപ്പർ, കുപ്രം, Cu. ദെൻ അയേൺ, ഫെറം, Fe. നെക്സ്റ്റ് ഇതെന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളത്? ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ്. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, കുറച്ച് മുന്നേ
മിസ് ഒരു എലമെൻറ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ഈ പേര് ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. ഏതായിരുന്നു ആ എലമെൻറ്റ്? മെൻഡലീവിയം. സോ ആ പേര് എവിടെ നിന്നാണ് കിട്ടിയത്? അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരായിരുന്നു. ഹു ഈസ് ദാറ്റ് സയൻറ്റിസ്റ്റ്? ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ്. ഇദ്ദേഹമാണ് ആ സയൻറ്റിസ്റ്റ്. ഇനി ഇദ്ദേഹത്തിൻ്റെ രാജ്യം എവിടെയെന്ന് അറിയോ? ഹി വാസ് എ റഷ്യൻ കെമിസ്റ്റ് ആൻഡ് ഇൻവെൻറ്റർ. ദെൻ ഇദ്ദേഹം ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് അറിയപ്പെടുന്നത് നോൺ ഫോർ ഫോർമുലേറ്റിംഗ് ദ പീരിയോഡിക് ടേബിൾ ഓഫ് കെമിക്കൽ എലമെൻറ്റ്സ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ നിർമ്മാതാവായിട്ടാണ്. സോ എന്താണ് ഈ പീരിയോഡിക് ടേബിൾ ഓഫ് കെമിക്കൽ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? യെസ്, അതിനെക്കുറിച്ചൊക്കെ നമ്മളിന്ന് പഠിക്കും. ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് എലമെൻറ്റ്സ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും ഒരു ടേബിളായിട്ട് വളരെ വൃത്തിയായിട്ട് ഓരോന്നോരോന്ന് അടക്കി വെച്ചിട്ടുണ്ട്. ഒരു ടേബിളായിട്ട് ആ ടേബിൾ ഒരേ പോലെയുള്ള എലമെൻറ്റ്സ്, ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സ് ഒരു ഭാഗത്ത്, അതുപോലെ ഓരോന്നോരോന്നും എല്ലാ എലമെൻറ്റ്സും നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അതിനെ അങ്ങനെ ഫസ്റ്റ് ഫോർമുലേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ്. സോ വാട്ട് ഈസ് പീരിയോഡിക് ടേബിൾ? എന്താണ് ഈ പീരിയോഡിക് ടേബിൾ എന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഓരോ എലമെൻറ്റ്സും അതിൻ്റേതായ ഓരോ കോളംസ് ആയിട്ടും റോസ് ആയിട്ടും ഒക്കെ ഒരു കറക്റ്റ് ഒരു ടേബിളായിട്ട് അത് അടുക്കി വെച്ചിട്ടുണ്ട്. അതിനാണ് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ കാണുന്നതാണ് പീരിയോഡിക് ടേബിൾ. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ. ദെൻ ദ പീരിയോഡിക് ടേബിൾ, ഓൾസോ നോൺ ആസ് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ്, ഈസ് എ ടേബുലാർ ഡിസ്പ്ലേ ഓഫ് കെമിക്കൽ എലമെൻറ്റ്സ്. കെമിക്കൽ എലമെൻറ്റ്സിനെ ഒരു ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പീരിയോഡിക് ടേബിളിൽ. ഓക്കെ, ഇതാണ് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ്. ഇതിൽ നിങ്ങൾക്ക് ക്ലിയറായി കാണുന്നുണ്ടോ? ഫസ്റ്റ് വൺ ഹൈഡ്രജൻ, ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, അങ്ങനെ കുറേ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ടേബിൾ ക്ലിയർ അല്ല, ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. ഓക്കെ, സോ ദിസ് ഈസ് പീരിയോഡിക് ടേബിൾ. യെസ്, ഇതാണ് പീരിയോഡിക് ടേബിൾ. ഒന്നും കൂടി കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ. ഇവിടെ നമുക്ക് ഓരോ എലമെൻറ്റ്സും ടേബിളറായിട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതിനാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഹു ഈസ് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മെൻഡലീവ് ആണ് പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ. ദെൻ ഇവിടെ ഫസ്റ്റ് എലമെൻ്റ് ഏതാണ് നമുക്കറിയും. യെസ്, വിച്ച് ഈസ് ദാറ്റ് ഫസ്റ്റ് എലമെൻറ്റ്? പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ആദ്യം കാണുന്ന എലമെൻ്റ് ഏതാണ്? ദാറ്റ് ഈസ് ഹൈഡ്രജൻ. എവിടെ ഹൈഡ്രജൻ ഉള്ളത്? എവിടെയാണ് ഹൈഡ്രജൻ? യെസ്, പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കോളത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഹൈഡ്രജൻ ഇരിക്കുന്നത്. യെസ്, ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ എലമെൻറ്റ്. ഓക്കെ, ഹൈഡ്രജൻ. അതുപോലെ അതിൻ്റെ താഴെ ഉള്ളതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, അതുപോലെ ഒരുപാട് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബെറീലിയം, അങ്ങനെ ഓരോന്നും. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ് പീരിയോഡിക് ടേബിളിൻ്റെ. പിന്നെട്ടുള്ളത് സെക്കൻഡ് എലമെൻറ്റ് കിടക്കുന്നത് ഇതാണ് ഹീലിയം. ഓക്കെ, ദെൻ തേർഡ് എലമെൻറ്റ് ഇവിടെയാണ് വരുന്നത്. ദെൻ ഫോർത്ത് ബെറീലിയം, പിന്നെ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, അങ്ങനെ എല്ലാ എലമെൻറ്റ്സും. ഇതിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നറിയോ? ടോട്ടൽ 118 എലമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കാർബൺ, നൈട്രജൻ, അതൊക്കെ ഇവിടെ ഉണ്ട്. കാർബൺ ഇവിടെ ഉണ്ട്, ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഇനി ഏതാണ് നമ്മൾക്ക് അറിയേണ്ടത്? വെർ ഈസ് ഗോൾഡ്? ഗോൾഡ് എന്നുള്ള എലമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ?
ഗോൾഡിന് എന്താണെന്നറിയോ പറയാ? യെസ്, ഇവിടേക്ക് എടുക്കുന്നുണ്ട് ഗോൾഡിന് എന്താണ് പറയുക? അത് ഓരം എന്നാണ് പറയുക. ഗോൾഡിൻ്റെ അറ്റോമിക് നെയിമാണിത്. ഓക്കെ, സിമ്പിളാണിത് AU. ഓക്കെ, അതേപോലെ സിൽവർ നമ്മൾ പഠിച്ചു, അതിൻ്റെ അർജൻറ്റം AG. ഇനി ഏതാണ് എലമെൻറ്റ് നമുക്ക് നമ്മൾ ഒന്നും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? റൂദർഫോർഡിയം, അത് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു. റൂദർഫോർഡിയം എവിടെയാണ് എടുക്കുന്നത്? യെസ്, ഇവിടെയുണ്ട് റൂദർഫോർഡിയം. അതേപോലെ ഫ്രാൻസിയം നമ്മൾ പഠിച്ചിരുന്നു, ഫ്രാൻസിയം ഇതാ. ദെൻ അതുപോലെ നമ്മൾ വേറെ ഏതാ പഠിച്ചിട്ടുള്ളത്? ഐൻസ്റ്റീനിയം പഠിച്ചിട്ടുണ്ട്. എവിടെ ഐൻസ്റ്റീനിയം കിടക്കുന്നത്? ഇവിടെ കിടക്കുന്നുണ്ട് ഐൻസ്റ്റീനിയം ES. അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതൊക്കെ എലമെൻറ്റ്സ് നമ്മൾ ഫെമിലിയർ ആയിട്ടുണ്ട്? അയേണിന് എന്താണ് പറയുക? ഫെറം എന്ന് നമ്മൾ പഠിച്ചു. അയേൺ, ഫെറം എവിടെ കിടക്കുന്നു? യെസ്, ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ ക്രോമിയം ഇവിടെ കിടക്കുന്നുണ്ട്. ദെൻ കാൽഷ്യം എവിടെ? നമ്മൾ പഠിച്ച കാൽഷ്യം ഇവിടെ കിടക്കുന്നുണ്ട്. പൊട്ടാസ്യം ഇവിടെ കിടക്കുന്നുണ്ട്. സോഡിയം ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ ഓരോ എലമെൻറ്റ്സിനെയും ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ടുള്ളതാണ് ഈ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ എല്ലാ എലമെൻറ്റ്സും നമുക്ക് കാണാൻ കഴിയും. എവിടെയാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും പൊസിഷൻ എവിടെയെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പീരിയോഡിക് ടേബിൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡൗട്ട്സ് ചോദിക്കുക. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.